അല്ല, ദ്വാരപാലകന്മാരുടെ സ്വർണ്ണപ്പാളിക തിരികെ ഏൽപ്പിക്കണം എന്ന ഹൈക്കോടതി വിധിയെ വളരെ സ്വാഗതാർഹമാണ്. ഭക്തജനങ്ങൾക്ക് വലിയ ആശ്വാസം ഉണ്ടാക്കുന്ന ഒരു വിധിയാണ്. കോടതിയുടെ വിധി മറികടന്ന് ലംഘിച്ച് ദേവസ്വം ബോർഡ് തികച്ചും ഏകപക്ഷീയമായി നടത്തിയ ഒരു നീക്കമാണ്. അത് ഹൈക്കോടതി നേരിട്ട് തടഞ്ഞിരിക്കുന്നു എന്നുള്ളത് വളരെ ആശ്വാസപ്രദമാണ്. ദേവസ്വം ബോർഡിന് ശബരിമല ക്ഷേത്രം ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ എന്തും ചെയ്യാം എന്ന ഒരു അവസ്ഥ, ആ അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്തിരിക്കുന്നത്. ഭക്തജനങ്ങൾക്ക് വളരെ വലിയ ഒരു ആശ്വാസം ഈ വിധിയിൽ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അയ്യപ്പ സംഘവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ദേവസ്വം ബോർഡിന്റെ ഓരോ നടപടിക്രമങ്ങളും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുകയോ ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. അങ്ങേറ്റം വിശ്വാസ്യത നഷ്ടപ്പെട്ട ഒരു ബോർഡായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് നമുക്ക് ഈ വിഷയത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യം. ഇതിൽ എന്തെങ്കിലും നിഗൂഢത അല്ലെങ്കിൽ ഗൂഢാലോചന നമ്മൾ സംശയിക്കുന്നുണ്ടോ ശ്രീ അറിവ് ബാബു? സ്വാഭാവികമായും ഭക്തരുടെ ഭാഗത്ത് നിന്ന് വന്ന ആദ്യ പ്രതികരണം അങ്ങനെയായിരുന്നു. സ്വർണ്ണപ്പണികളൊക്കെ സന്നിധാനത്ത് തന്നെ നടത്തണമെന്ന കോടതി നിർദ്ദേശം നിലവിലുണ്ടായിട്ടും കോടതിയെ അറിയിക്കാൻ പോലും കൂട്ടാക്കാതെ ഇങ്ങനെ ഒരു കടത്ത് എന്തിനായിരുന്നു എന്നത് സ്വാഭാവികമായ ചോദ്യമല്ലേ? അല്ല, ഇത് സത്യത്തിൽ ശബരിമല ദേവസ്വവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ ദേവസ്വം ബോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോ കോടതിയുടെ വിധിയുണ്ട്. ഇത്തരം കാര്യങ്ങൾ വളരെ വിലപിടിപ്പുള്ള അല്ലെങ്കിൽ ഈ സ്വർണത്തിന്റെ പണി തുടങ്ങിയതൊക്കെ സന്നിധാനത്ത് തന്നെ ചെയ്യണം എന്നുള്ള വിധി മറികടന്നുകൊണ്ടാണ് ദേവസ്വം ബോർഡ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം വലിയ അഴിമതിക്ക് കളമൊരുക്കാൻ വേണ്ടിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ അവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഭസ്മക്കുളം, പ്രത്യേകമായിട്ടൊരു ഭസ്മക്കുളം ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടായി. അതേപോലെ 18-ാം പടിക്ക് മുകളിൽ ഒരു പ്രത്യേകമായിട്ടുള്ള നടപ്പാക്കുന്ന സമീപനം ഉണ്ടായി. ഇതെല്ലാം ഭക്തജനങ്ങളുടെ താല്പര്യമല്ല. ഇതെല്ലാം ഏകപക്ഷീയമായിട്ട് ദേവസ്വം ബോർഡ് കൊണ്ടുവരുന്ന തീരുമാനങ്ങളാണ്. അവിടെയൊക്കെ അതിന്റെ പിന്നിൽ സാമ്പത്തിക താല്പര്യമുണ്ട്, മറ്റു പല താല്പര്യങ്ങളുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പൊ ഈ സാമ്പത്തിക താല്പര്യങ്ങൾ എന്താണെന്നും അത് ആർക്കൊക്കെയാണ് അതിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്നും ഒക്കെ അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ട കേസാണ്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഭക്തജനങ്ങൾ വളരെ പ്രാധാന്യത്തോടെ കാണുന്ന ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ പോലും ദേവസ്വം ബോർഡ് ഈ തരത്തിലുള്ള ഒരു ധിക്കാരപരമായ നിലപാടെടുക്കുമ്പോൾ ബാക്കിയുള്ള ക്ഷേത്രങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ആശങ്കയുണ്ട്. ശബരിമല പോലുള്ള ക്ഷേത്രത്തിൽ കോടതിയുടെ മോണിറ്ററിംഗ് കൃത്യമായിട്ടും നിലവിലുള്ളപ്പോഴാണ് ദേവസ്വം ബോർഡ് ഈ തരത്തിലുള്ള ധിക്കാരപൂർവമായ നിലപാടെടുക്കുന്നത്. അപ്പോൾ ബാക്കി ക്ഷേത്രങ്ങളുടെ സ്ഥിതി എന്താണ്? അവിടെ ഇതൊക്കെ എങ്ങനെ നടക്കുന്നു? അവിടെയൊക്കെ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും സുതാര്യതയുണ്ടോ? പരിപൂർണമായും സുതാര്യതയില്ലാതെ എന്തൊക്കെയോ മറച്ചു വെച്ചുകൊണ്ട് സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ദേവസ്വം ബോർഡ് നടത്തുന്ന അഴിമതിയുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ.